കരയുന്ന ഷൂസും മേടിച്ചോ? അയ്യോ, ഷൂസ് അല്ല കരഞ്ഞത്, ഞാനാ കരഞ്ഞത്. എന്നാത്തിനാ കരയുന്നേ? നടക്കുമ്പോഴേ കാലാണി കൊള്ളുവോ? അത് പിന്നെ ആണിയില്ലാത്ത സ്ഥലം നോക്കി നടന്നാ പോരെ? അയ്യോ ചേട്ടാ, എന്റെ കാല നിറച്ചു ആണിയല്ലേ, അത് കൊണ്ട് കേറുവാന്ന്. അപ്പൊ കാലിൽ ആണിയുണ്ട്. അയ്യോ ചേട്ടോ, ചേട്ടോ, എന്നെയാണോ ചേട്ടാന്ന് വിളിച്ചേ? അതിന്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട്. അതെ, ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടോ? പെട്ടു, അല്ലാതെ എന്ത് പറയാൻ പെട്ടു. എനിക്ക് ചേട്ടനെ ആദ്യം കണ്ടപ്പോഴേ പ്രേമം വന്നു. നിങ്ങ ഈ പ്രായത്തിൽ വരേണ്ട പ്രേമല്ല, പിന്നെ പ്രേമേഹം. ചേട്ടാ തോന്നിയത് വാട്സപ്പിൽ ഞാനൊരു അമറ സാധനം വെച്ചിട്ടുണ്ട്, നോക്കിക്കേ. അയ്യേ, അതല്ല, നോക്ക്. ഞാൻ ഇട്ട ഡ്രസ് കൊള്ളാപോന്നു. എന്റെ മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചാ പോരെ? വാട്സപ്പിൽ അയച്ചു ചോദിച്ചാ ശീലം അല്ല, നേരിട്ട് ചോദിക്കാൻ എനിക്ക് നാണമാ. ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്, നോക്ക്. ഇതെന്തിനാ ഗൂഗിൾ പേ 143 രൂപ എനിക്ക് അയച്ചേക്കുന്നത്? അത് 143 രൂപയല്ല, 143. ഐ ലവ് യു. അപ്പൊ ഞാൻ എന്ത് തിരിച്ചു ചെയ്യണം? ചേട്ടൻ തിരിച്ചയക്കണം എനിക്ക്. എന്ത് 143 രൂപ തിരിച്ച് ഗൂഗിൾ പേ? അല്ലല്ല, ചേട്ടൻ അയക്കുമ്പോ 1432 രൂപ അയക്കണം. എന്ത് വെച്ചാ? ഐ ലവ് യു ടു. വല്ലാണ്ട് സ്ഥിരമാണല്ലേ? ഏകദേശം. അപ്പൊ അക്കൗണ്ടിൽ കുറെ ബാലൻസ് ഒക്കെ കാണുമല്ലോ? ഇച്ചിരി ഉണ്ട്. എന്താ ഒരു മണം? അത് കുഴമ്പിന്റെ മണമാ. മീൻ കുളമ്പാണോ ചിക്കൻ കുളമ്പാണോ? അല്ല, ഞാൻ ദേഹത്ത് പുരട്ടുന്ന കുഴമ്പിന്റെ മണമാണ്. അപ്പൊ ദേഹത്ത് കുഴമ്പൊക്കെ തൂക്കുന്ന ആളാണല്ലേ? ഞാൻ കാലേ പുരട്ടുന്നത് കൊട്ടൻ ചിക്കാതി, പുറത്ത് പുരട്ടുന്നത് തന്നന്തരം കുഴമ്പ്, പെടലിക്ക് പ്രപഞ്ചനം തൈലം, ഈ കൈക്കൊക്കെ പുരട്ടുന്നത് മുറിവെണ്ണ. പിന്നെ കിടക്കാൻ നേരത്തെ ഒരു 4 ഗ്ലാസ് അരിഷ്ടം കൂടെ അങ്ങോട്ട് കഴിച്ചും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഞ്ചരിക്കുന്ന കഷായ ആശുപത്രിയാണല്ലേ? അതോ ആ ചെറുക്കനെ പെണ്ണൊന്ന് നേരെ നിക്കണേ, ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടേ. ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കാം. ഒന്ന് അടുത്ത് രണ്ടുപേരും ഒന്ന് തോളെ കൈട്ടോ. അണ്ടറാതെ തന്റെ തോളെ കൈയിടുന്നു. അതല്ലെന്ന് രണ്ടുപേരും കൂടെ പരസ്പരം തോളെ കൈയിടാൻ. അത് തന്നെ. ആ ആന്റിയോട് ഒന്ന് തലതാത്താൻ പറയൂ. അല്ല, ആ ചേച്ചി ഒന്ന് തലേന്ന് താത്തോ. അത് ന്യായം. ആണ്ടാ വാഴ ഓടിക്കുന്ന കൊടിഞ്ഞറാ. രണ്ടുപേരും കൂടെ തല ചെറുതായിട്ടൊന്ന് മുട്ടിച്ചേ. ടിൽ ഡൗൺ, ടിൽ അപ്പ്. വേറെ പോസ്. ആ ചെറുക്കൻ ആ പെണ്ണിനെ ഒന്ന് എടുത്തേ. ഇനി രണ്ടുപേരുടെ മുഖത്തോട് മുഖം നോക്കിക്കേ, ഒന്ന് തിരിച്ചേ. എന്നിട്ട് ചെറുക്കനൊന്ന് കൈയടിച്ചേര്. അയ്യോ, അച്ചാറ് പറഞ്ഞ് തല്ലി പൊട്ടിച്ചല്ല, നിങ്ങളെല്ലാം കൂടെ ഒരു പുരാവസ്തു തന്നെ തല കൊണ്ട് വെച്ചില്ലേ, അത് ജസ്റ്റ് നേരത്തെ കൊണ്ട് ഉടഞ്ഞു പോയതാ. എന്നാ പിടിക്കാൻ പറ്റിയ സാധനം പിടിക്കാനാ. അവിടെ പിടിക്കല്ലേ, അവിടെ പിടിക്കല്ലേ, അവിടെ തൊടുക പോലും ചെയ്യല്ലേ. ഈ ശരീരത്തെ എവിടെ എനിക്ക് പിടിക്കാൻ പറ്റുന്നത്? ചേട്ടൻ പുറകെ വന്നിട്ടേ എന്റെ ഇടുപ്പിന് പിടിച്ചൊന്ന് പൊക്ക്. എന്തു കാണിക്കുന്നേ? ചേട്ടൻ തൊട്ടപ്പോ ഇക്കിളി. 70 വയസ്സിൽ നിർത്താറായിട്ടില്ലേ? എന്തുവാ? ഇച്ചിരി ബാലൻസ് കിടന്നതാ. പിടിച്ചു പോക്ക. അങ്ങനെ വലിച്ചു പിടിക്കല്ലേ. ഞാൻ മുട്ട നോക്കട്ടെ. മുട്ട് നിവർത്തിയതാണോ അതോ തെക്കിന് തുറന്നതാണോ? ചേട്ടാ, ഇതല്ലേ നമ്മുടെ ആദ്യ രാത്രി. ഇന്നാണ് ആദ്യ രാത്രി. ഈ പരിപാടിക്ക് ഇവിടെ വന്നവർക്ക് എപ്പോ പോകും ഇവരൊക്കെ? ഏത് പരിപാടി? അല്ല, ഇവരെന്തോ ഒരു സംഭവത്തിന് വന്നല്ലേ ഇവിടെ? റിസപ്ഷൻ. എന്താ അത് മിണ്ടിയ നിങ്ങളുടെ വായിൽ സെറ്റ് വല്ല ഉരുണ്ട് നിലത്ത് വീഴും. അയ്യോ, ഇത് സെറ്റ് വല്ലല്ല, ഇത് സെറ്റ് ആവാത്ത വല്ല, അതല്ലേ കിടന്നാടുന്നത്. അയ്യോ, ദോണ്ട് എന്റെ കൂടെ LP സ്കൂളിൽ പഠിച്ച രാമേന്ദ്രൻ പോകുന്നു. എന്റെ അച്ഛൻ. ഏട്ടന്റെ അച്ഛനാണോ അത്? അപ്പൊ ഇന്ന് മുതൽ രാമേന്ദ്രൻ എന്റെ സ്റ്റെപ്പ് ഫാദർ. അമ്മയച്ഛൻ. ഫാദറില്ലേ, പിന്നെ രാമേന്ദ്രൻ അച്ഛൻ എന്ന് പറഞ്ഞു. അതൊന്നും അല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കി തരാമോ?
എല്ലാ സംശയവും ഞാൻ ഇന്ന് ക്ലിയർ ആക്കി തരാം. അയ്യ, അതല്ലെന്ന്. എന്തുവാ? നിങ്ങളെന്തിനാ ഈ പ്രായമില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ചേ? അതെ, എന്റെ കല്യാണം 18-ാമത്തെ വയസ്സിൽ നടക്കുമെന്നാ ജോത്സ്യം പറഞ്ഞത്. പക്ഷെ അന്ന് അത് മുടങ്ങി. അപ്പൊ വീട്ടുകാരെല്ലാം വിഷമിച്ചിരുന്നപ്പോ എന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, 70-ാമത്തെ വയസ്സിൽ നിനക്കൊരു നിധി കിട്ടുമെന്ന്. ക്ഷേമനിധിയായിരിക്കും. അങ്ങനെ 70-ാമത്തെ വയസ്സിൽ കിട്ടിയ നിധിയായി അൽഫാം പോലെ മിനിങ്ങി ഉണങ്ങി നിൽക്കുന്നത്. അതെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ സമയം 10:30 കേക്ക് മുറിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. 10:30 കേക്ക് മുറിക്കണ്ട, 10:32 മുറിച്ചാ മതി. കാരണം എന്റെ ബെസ്റ്റിയുടെ ലക്കി നമ്പർ 2 ആണ്. എന്തൊരു കെയറിംഗ് ആടാ നിനക്ക്. വിളിച്ചൊരു നൂറും നീ അകന്നു പോയാൽ നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറും. ഈ മരംകുത്തി ഏതാ? അയ്യോ, മരംകുത്തിയില്ല. പിന്നെ? ഇതാണ് എന്റെ ഒരേ ഒരു ബെസ്റ്റി. ആണോ? എന്തോ കോപ്രായം കാണിക്കുന്നത്. പോയി മിണ്ട്. എന്റെ ചെറുക്കൻ നിൽക്കുന്ന കണ്ടോടാ നീ? ഇതാണ് നിന്റെ ചെറുക്കൻ? ആടാ. ദൈവമേ, ഞാൻ വിചാരിച്ചു നിന്റെ കുഞ്ഞമ്മയുടെ അനീത്തിയുടെ മോൻ കല്യാണത്തിന് വന്നായിരിക്കും. കളിയാക്കാതെടാ, കളിയാക്കാതെ. സ്കൂട്ടർ ഫാക്ടറി. സ്കൂട്ടർ ഫാക്ടറിയോ? അല്ല, സ്കൂട്ടേഴ്സ് അമ്മണി. എടാ, ക്യൂട്ട്നെസ് അമ്മണി. ക്യൂട്ട്നെസ് അമ്മണി. ആ. ഞാൻ നിന്റെ പല തവണ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോ ഷോൾ ഇട്ടിട്ട് ഇറങ്ങണമെന്നോ. എടാ, ഇന്ന് എന്റെ കല്യാണമല്ലായിരുന്നു, ഷാൾ ഇടാൻ പറ്റിയില്ലോ. നിന്റെ കല്യാണമാണെങ്കിലും കറവാണമാണെങ്കിലും എനിക്കറിയേണ്ട കാര്യമില്ല. ബെസ്റ്റി 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 ബെസ്റ്റി. നീ ഷോളുടെ പുറത്തിറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എന്തൊരു കെയറിംഗ്. അയ്യോ അയ്യോ, എന്തുവാടാ? അയ്യോ, നിന്റെ നെറ്റിക്കുന്നതേ ഇല്ലാത്തത്. എന്തുവാ? ഞാൻ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ലേ ബെസ്റ്റി, ഞാൻ എപ്പോഴും കാണുമ്പോൾ നിന്റെ നെറ്റിക്ക് ചുമന്ന പൊട്ട് വേണമെന്ന്. എടാ, ഇന്ന് എനിക്ക് ചുവന്ന പൊട്ട് കിട്ടിയില്ലടാ. കിട്ടില്ല? എന്റെ ബെസ്റ്റിക്ക് കിട്ടില്ല. ഒരു കത്തി തരുമോ? കത്തി മാമ, ഞാൻ കത്തി തരാം മാമ. ഒരു കത്തി. ഇത് ഞാൻ ഫസ്റ്റ് ടൈമിന് സ്വയം കുത്തി ചാകട് വെച്ച മാമന് ഉപകാരപ്പെടും. ആവശ്യം വരുന്നിടക്ക് ബെസ്റ്റിക്ക് കിട്ടില്ല. ആ, ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇതുപോലെ ചുമന്ന പൊട്ട് നിന്റെ നെറ്റിക്കൊണ്ടാവണം. ഓക്കെ? എന്തൊരു കെയറിംഗ് ആണോ നിനക്ക്. വിളിച്ചൊരു നൂറും നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു. എടാ, കല്യാണമേ വളരെ പെട്ടെന്നായിരുന്നേ. സത്യം പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് പോലും നടത്താൻ പറ്റിയില്ലടാ. സേവ് ദ ഡേറ്റ് നടത്തണ്ടേ? എടാ, സേവ് ദ ഡേറ്റ് നടത്താതിരുന്ന ഒരുപാട് പൈസ ചെലവാ. ആര് പറഞ്ഞു സേവ് ദ ഡേറ്റിന് പൈസ ഒരുപാടാവുന്നു? എടാ, സേവ് ദ ഡേറ്റിന് തുണി എടുക്കാനായിട്ട് ഒത്തിരി പൈസ വേണം. എന്റെ ദൈവമേ, ഒരൊറ്റ ടർക്കിയിൽ തീരും സേവ് ദ ഡേറ്റ്. എന്തൊരു കെയറിംഗ് ആടാ നിനക്ക്. എന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറും നീ അകന്നു പോയാൽ വൃഥായി ജന്മം. അയ്യാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓരോന്ന് ചോദിക്കാതെ അടുത്തോട്ട് വന്ന് ചോദിക്കാമോ? നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റികളാണല്ലോ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടും കൂടെ കെട്ടിക്കൂടെ? എന്നെ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടപ്പെടുത്തേക്കുന്നത്? ബെസ്റ്റിയും ബെസ്റ്റിയും തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അതിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ബെസ്റ്റിയും ബെസ്റ്റിയും തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കത്തില്ല. അതിന്റെ കാരണം ഒന്ന് പറയാം. നീങ്ങ വാ. ഈ ബെസ്റ്റി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ പരസ്പരം പറയുന്ന ആൾക്കാര് ആണല്ലോ. അപ്പൊ അവൾ എന്റെ അടുത്ത് ആ മൊത്തം രഹസ്യം പറഞ്ഞില്ലേ, പിന്നെ ആ പുല്ലിനെ ഞാൻ എങ്ങനെ കെട്ടും? എന്റെ ബെസ്റ്റ് അത് അവനാണെന്ന്. അതാണ്. ഞാൻ വീണ്ടും ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, സമയം കുറയായി കേക്ക് ഒന്ന് മുറിക്കേണ്ടതാണ് കേട്ടോ. എന്റെ ബെസ്റ്റ് മുറിക്കണ്ട. എന്റെ ബെസ്റ്റ് കേക്ക് മുറിക്കണ്ട. എന്താണ് കേക്ക് മുറിച്ചാൽ? നിനക്ക് ഷുഗർ ഉള്ളതല്ലേ? എടാ, അതിനെന്താ മുറിക്കുന്നതിന്? നീ അത് മുറിക്കുമ്പോ നീ ഇതെടുത്ത് നിന്നെ ഷുഗർ കൂടും. നിനക്ക് നീ എന്നെ കളിയാക്കുന്നു. നിനക്കില്ലടാ ഷുഗർ. എനിക്ക് ഷുഗർ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്റെ ചേട്ടൻ കേക്ക് മുറിക്കും. ഞാൻ മുറിക്കാം. എന്റെ കല്യാണമാണല്ലോ. ചേട്ടൻ മുറിക്കൂടാ. അവനത് മുറിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ മുറിക്കുന്നത് നീ കേക്ക് മുറിച്ച ഒരുപാട് ശീലമുള്ള ഞാനില്ലേ, നമ്മൾ തമ്മിൽ എത്ര കേക്ക് മുറിച്ചിരിക്കുന്നു. ഞാൻ കേക്ക് മുറിക്കാം. എടാ, നീ പാറ്റിപ്പോ പൂട്ടീര് മക്കളൊക്കെ അല്ലേ? ബെസ്റ്റ് ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലടാ? ഓക്കെ എന്നാ അയ്യോ 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 അയ്യോ, എന്റെ ബെസ്റ്റി ബെസ്റ്റി ബെസ്റ്റി. എടുത്തോണ്ട് പോടാ. ഞാൻ എന്തിനോട് നിങ്ങളുടെ ബെസ്റ്റിയല്ലേ? എടുത്തോണ്ട് നിന്റെ ആദ്യരാത്രിയല്ലേ? എനിക്ക് ആദ്യരാത്രി വേണ്ട. ഞാൻ മെച്ചങ്ങ് കീർത്തരി എടുത്തോണ്ട് പോടാ. കൊണ്ടുപോകാം. കൊണ്ടുപോ, എടുത്തോണ്ട് പോ. എടുക്കടാ, എടുക്കടാ. എന്റെ ബെസ്റ്റിക്ക് എന്തെങ്കിലും പറ്റിയ അരെ മുള്ളു കൊള്ളുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ വളർത്തിക്കൊണ്ട് വന്ന ബെസ്റ്റിയെ. ഇല്ല, കുഴപ്പമില്ല. ഈ പാർട്ടി പോപ്പർ ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. എന്തിന്? അതാകുമ്പോ ഈ പുള്ളിക്കാരുടെ ബോധം പിന്നെയും വരുമ്പോ എനിക്ക് ഒന്നുകൂടെ പൊട്ടിക്കാനാ. അതെന്തിനാണോ ചോദിച്ചത്? എനിക്ക് സമാധാനത്തോടെ ഉറങ്ങണ്ടേ. എന്തൊരു കെയറിംഗ് ആടാ നിനക്കും. എന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറും
പോയാൽ വൃഥായി ജന്മം. Rega, rega, maga, maga, maga.